അവന് കാറുണ്ട്, അവൻ മണിക്കൂറുകളായി കാർ ഓടിക്കുകയാണ്. ഈ 2 സെന്റൻസസ് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത് നോക്കിയാലോ? സോ അവന് കാറുണ്ട്. സോ അവന്റെ കയ്യിൽ ഒരു സാധനം ഉണ്ടെന്നാണ് പറയുന്നത്. ആ സാധനമാണ് കാറ്. അപ്പൊ ഒരാളുടെ കയ്യിൽ ഒരു കാര്യം ഉണ്ട്, ഒരു കാര്യം കൈവശമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് കാറുണ്ട്, വീടുണ്ട്, കൂട്ടുകാരുണ്ട്, അല്ലെങ്കിൽ ചേച്ചിയുണ്ട്, അനിയനുണ്ട്. അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു കൈവശമുണ്ട്, അല്ലെങ്കിൽ ഒരു ബന്ധമുണ്ട്, അതല്ലെങ്കിൽ ഒരു പരിപാടിയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകളാണ് ഹാസും അതുപോലെ തന്നെ ഹാവും. ഒന്നുകിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ്. ഇപ്പം നമ്മൾ ഒരാളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ അവൻ എന്ന് പറയുന്ന പോലെ അവനെ പറ്റിയിട്ടോ അവളെ പറ്റിയിട്ടോ എൻ്റെ കൂട്ടുകാരനെ പറ്റിയിട്ടോ ഒരാളുടെ പേര് നമുക്ക് എടുക്കുകയാണെങ്കിൽ സാം. ഇപ്പോൾ ഉദാഹരണത്തിന് സാമിനെ പറ്റിയിട്ടോ അങ്ങനെ ഒരാളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ഹാസ് യൂസ് ചെയ്യും. അതേസമയം ഇത് ഒരാളെ പറ്റി സംസാരിക്കുമ്പോഴാണ് കേട്ടോ. ഒരാളുടെ പേരാകാം, അല്ലെങ്കിൽ ഒരു അവനെന്ന് പറയുമ്പോഴാകാം, അവളെന്ന് പറയുമ്പോഴാകാം ഒരാൾ. പക്ഷേ നമ്മൾ ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ, ഉദാഹരണത്തിന് ഞങ്ങൾ, അല്ലെങ്കിൽ അവർ, അതുമല്ലെങ്കിൽ നിനക്ക്, എനിക്ക്, നിനക്കുണ്ട്, എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ എടുത്ത് ഒരാളിൽ കൂടുതലോ അല്ലെങ്കിൽ എനിക്ക്, നിങ്ങൾക്ക്, നിനക്ക് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഹാവ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ. സോ ഇവിടെ നമ്മൾ അവന് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരാളെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്താ നമ്മൾ യൂസ് ചെയ്യുക? ഹാസ് ആണ് യൂസ് ചെയ്യുക. സോ അവനുണ്ട് എന്നുള്ളതിന് എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? ഹി ഹാസ് എന്ന് പറയും. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അവന് കാറുണ്ട് എന്നാണ് പറയുന്നതെങ്കിലും ഇംഗ്ലീഷിൽ അവനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഒരിക്കലും അവന് കാർ ഉണ്ടെന്നുള്ളത് ഹീ കാർ എന്ന് നമ്മൾ പറയില്ല. അവനുണ്ട് എന്ന് പറഞ്ഞിട്ടേ അവനുണ്ട്, ഹി ഹാസ് കാർ എന്ന് പറയുള്ളൂ. ഓക്കെ. സോ അവന് കാറുണ്ട്, ഹി ഹാസ് എ കാർ. ഓക്കെ. ഇനി അവൻ മണിക്കൂറുകളായി കാർ ഓടിക്കുകയാണ്. അപ്പം അതായത് ഇത്ര സമയമായിട്ട്, സമയം ഇവിടെ പറയുന്നുണ്ട്, അവനൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവൻ ചെയ്യുന്നത്? കാർ ഓടിക്കുകയാണ്. അത് ഇത്ര സമയമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. എത്ര സമയമായിട്ട്? മണിക്കൂറുകളായിട്ട്. അപ്പോൾ ഇത്ര സമയമായിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഹാവിൻ്റെയും ഹാസിൻ്റെയും കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. നമ്മൾ ഒരാളെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിപ്പോൾ അവനായാലും അവളായാലും ഒരാളുടെ പേരായാലും നമ്മൾ ഹാസ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയിട്ട് പറയുമ്പോഴും എനിക്ക്, അല്ലെങ്കിൽ നിനക്ക്, ഞാൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഹാവ് ബീൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അവൻ മണിക്കൂറുകളായിട്ട് കാർ ഓടിക്കുകയാണെന്ന് പറയുമ്പോൾ ഹീ ഹാസ് ബീൻ. ഹീ ഹാസ് ബീൻ. അവൻ എന്ത് ചെയ്യുകയാണ്? കാർ ഓടിക്കുകയാണ് അല്ലേ? അപ്പോൾ ഒരു കാർ ഓടിക്കുക എന്നുള്ളത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം? കാർ അല്ലെങ്കിൽ 4 വീലേഴ്സ് അല്ലെങ്കിൽ വലിയ വണ്ടികളൊക്കെ ഓടിക്കുന്നതിന് നമ്മൾ ഡ്രൈവ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത്. സോ ഹി ഹാസ് ബീൻ ഡ്രൈവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഹാസ് ബീൻ ഒരു കാര്യം ഇത്ര സമയമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ ആണ് വരുന്നത്. ഹാസ് ബീൻ വരുന്ന സാഹചര്യത്തിലായാലും ഹാവ് ബീൻ വരുന്ന സാഹചര്യത്തിലായാലും നമ്മൾ അതിനുശേഷം യൂസ് ചെയ്യുന്ന വേർബ് അല്ലെങ്കിൽ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്ക് ING ഫോമിലായിരിക്കണം. സോ ഹി ഹാസ് ബീൻ ഡ്രൈവിംഗ് എന്നാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ. ഡ്രൈവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഡ്രൈവിംഗ്. ഇപ്പം കഴിക്കുകയാണെന്നാണെങ്കിൽ ഹാസ് ബീൻ ഈറ്റിംഗ് എന്നാകും. ഓടുകയാണ്, ഹാസ് ബീൻ റണ്ണിങ് എന്നാകും. എന്തിനെ പറ്റിയിട്ടാണോ പറയുന്നത് ആ വാക്കിൻ്റെ കൂടെ നമ്മൾ ING യൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഹി ഹാസ് ബീൻ ഡ്രൈവിംഗ് ദ കാർ എപ്പോഴൊക്കെ ആയിട്ടാണ്? മണിക്കൂറുകളായിട്ട് അല്ലേ? മണിക്കൂറുകളായിട്ട് എന്നങ്ങനെ നമ്മൾ പറയാം. ഇത്ര സമയമായിട്ട് എന്ന് പറയാനായിട്ട് അത് മണിക്കൂറുകളാണെങ്കിലും മിനിറ്റുകളാണെങ്കിലും സെക്കൻഡുകളാണെങ്കിലും ദിവസങ്ങളാണെങ്കിലും വർഷങ്ങളാണെങ്കിലും ഇത്ര സമയമായിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഫോർ ആണ് യൂസ് ചെയ്യുക. സോ ഹി ഹാസ് ബീൻ ഡ്രൈവിംഗ് ദ കാർ ഫോർ മണിക്കൂറുകൾ എന്നെങ്ങനെ പറയും? hours എന്ന് പറയും. സോ ഫോർ hours. ഹി ഹാസ് ബീൻ ഡ്രൈവിംഗ് ദ കാർ ഫോർ hours. അവൻ മണിക്കൂറുകളായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഒരു കാര്യം നമ്മുടെ കൈവശമുണ്ട് എന്ന് പറയാനായിട്ട്, അതായത് എന്തെങ്കിലും ഒരു വസ്തു നമ്മുടെ ഉടമസ്ഥതയിലുണ്ട്. അതൊരു വീടാകാം, പെൻസിലാകാം, ബുക്കാകാം, കാറാകാം, എന്തുമാകാം. അതുണ്ട് എന്ന് പറയാനായിട്ട് നമ്മൾ ഒന്നെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. ഹാസ് നമ്മൾ ഒരാളെ പറ്റിയിട്ട് പറയുമ്പോഴാണ് യൂസ് ചെയ്യുക. ഹാവ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഞങ്ങൾ, അവർ, അല്ലെങ്കിൽ എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട് എന്നൊക്കെ പറയുമ്പോഴാണ്. ഇനി അതേപോലെ ഒരു കാര്യം ഇത്ര സമയമായിട്ട് വെറുതെ യൂസ് ചെയ്യല്ല, ഒരു കാര്യം ഇത്ര സമയമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ സമയവും കൂടി പറയുന്നുണ്ടെങ്കിൽ ആ കേസിൽ നമ്മൾ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ ആണ് യൂസ് ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരാളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ഹാസ് ബീൻ, ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഞാൻ ഇത്ര സമയമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര സമയമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഹാവ് ബീൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി
വേറൊരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹാസ് ബീൻ ആയാലും ഹാവ് ബീൻ ആയാലും കഴിഞ്ഞിട്ട് വരുന്ന വാക്കിൻ്റെ കൂടെ വേർബ്, പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ആ വേർഡിൻ്റെ കൂടെ ING ആണ് നമ്മൾ ചേർക്കേണ്ടത്. ഓക്കെ, ഇത്രയും മാത്രം നമ്മൾ നിർബന്ധമായിട്ട് ഓർത്തിരുന്നാൽ മതി. ബാക്കി ഈ സെൻറ്റൻസസ് ഒക്കെ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ ഇങ്ങനെയാണ് പറയേണ്ടത്. അതിൻ്റെ ഒരു ഐഡിയ കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ അവൾക്ക് പുസ്തകങ്ങളുണ്ട്, അവൾ മണിക്കൂറുകളായി പുസ്തകം വായിക്കുകയാണ്. ഈ 2 സെൻറ്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നിങ്ങൾ കോമെൻറ്റ് ചെയ്യുക. താങ്ക് യു. English Mitra. Stop worrying, start learning.